ക്യാരക്ടറിനെ പറ്റി എൻ്റെ ഡയറക്ടർ ജിത്തു അഷ്റഫ് എന്നോട് പറഞ്ഞപ്പം ഏകദേശം ഇങ്ങനെ ഒരു സമ്മറി ആയിരുന്നു പറഞ്ഞത്. ഇന്നലെ രാത്രി ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. പുള്ളി മാക്സിമം സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊരു പോലീസ് ഓഫീസർ ആയിരിക്കും. കാരണം അകത്ത് ബലപ്രയോഗത്തിനോ മറ്റോ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. സ്വന്തം മോളെയൊക്കെ പോലുള്ളൊരു ആയിരിക്കും. സ്വന്തം മകളാണല്ലോ. സ്വന്തം മോളാണ്. കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് എടുത്ത് വളർത്തിയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ ആ കുട്ടിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇയാള് പെടാപാട് പെട്ടിട്ടാണ് എന്താ പറയാ ഇവനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഹരിശങ്കറിനെ. പക്ഷേ എന്നാലും അയാളുടെ പണി അയാൾ ചെയ്തു. നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഡിവൈഎസ്പി ആയിരുന്നു ഇപ്പൊ സി ആയിട്ട് കേസ് കളിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി ഭയങ്കര കൈൻഡാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ സ്ട്രഗിൾ ചെയ്യണമെന്നല്ല. ഇപ്പം ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ഫ്രെയിമിൻ്റെ എത്ര ഡിസ്റ്റൻസ്, പുള്ളി അത് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ പുള്ളിക്ക് അത് സ്റ്റെപ്പ് ഇൻ ചെയ്ത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. മറ്റു ആക്ടേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. പക്ഷെ ആ ഒരു മൊമെന്റിൽ ആ ഒരു എനർജിയിൽ എന്തെങ്കിലും പറയും, അപ്പം നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യും. അതെ. അപ്പോൾ ഓരോ ഷോവും നമുക്കൊരു ഡിസ്കവറി പോലെയാണ്. പുള്ളി ഭയങ്കര ജോളിയാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സിനിമയെ ഭയങ്കര എസ്തെറ്റിക്കലിയും ക്രിട്ടിക്കലിയും കാണുന്ന ഒരാളാണെന്ന് മനസ്സിലായി. ഈ പടം ഞങ്ങൾ തിയേറ്ററിൽ ഫ്രണ്ട്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരും പറയുന്നുണ്ടായിരുന്നു ഷായിക്കയുടെ ഡാർക്ക് ഒരു രക്ഷയില്ല, എല്ലാത്തിലും വൻ ഡാർക്കാണെന്ന്. സിനിമ അങ്ങനെ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം നാടകം ഇല്ല. പലതരം ആർട്ട് ഫോംസ് എല്ലാം കൂടിയും ഒരുമിച്ച് വന്ന് എല്ലാവരും ഭയങ്കര നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു സിനിമ ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രേമം ഇറങ്ങിയ സമയത്ത് കുറേ പേര് താടിയൊക്കെ വളർത്തി കറുത്ത ഷർട്ടൊക്കെ ഇട്ട് നടന്നിരുന്നു. അപ്പോൾ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇന്നും എല്ലാവരും അതേപോലെ നടക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അങ്ങനെ തന്നെ നടക്കുക. അങ്ങനെയല്ല. എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ, എൻ്റെ ചേട്ടന്മാരുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസിൽ നല്ല വെരി ഡിഫറൻസസ് ആണ്. എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ പേഴ്സണൽ അപ്ബ്രിങ്ങിങ് അനുസരിച്ചും അവരുടെ വേൾഡ് വ്യൂ അനുസരിച്ചായിരിക്കുമല്ലോ അവരുടെ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ അത് ആ പേരൻസിന് വിട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഒരേ സമയം സിസ്റ്റത്തിനോട് വിധേയപ്പെടുകയും കൂട്ടുകാരൻ ഒരിക്കലും വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുക, അങ്ങനെ ഒരു റോൾ അഭിനയിച്ച് ഫലിപ്പിക്കുക അത്ര എളുപ്പമല്ല. വൈശാഖ് ശങ്കറാണ് ചേരുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ വലിയ വിജയത്തിന് ശേഷം, വലിയ സ്വീകാര്യതയ്ക്ക് ശേഷം. നമസ്കാരം. അങ്ങനെ ഒരു ലോക്കില്ലേ ആ സിനിമയിലെ കഥാപാത്രത്തിന്? അത് നല്ല രസമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടത്. അല്ലേ? അങ്ങനെയില്ലേ? ഒരേ സമയം ഒരു സിസ്റ്റത്തിന്റെ അടിയിൽ നിൽക്കും വേണം. എന്നാൽ കൂടെ ഉള്ളത് എത്രയോ കാലങ്ങളായി, ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി തൊട്ട് ഒരുമിച്ച് പഠിച്ച ആളുകളായിരിക്കും. അതെ, ഒരുമിച്ച് പഠിച്ചവരാണ്, കോളേജിൽ ഒരുമിച്ചാണ്. അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിന് ഒരുമിച്ചായിരിക്കും. അതൊന്നും സിനിമയിൽ വരുന്നില്ല. അവസാനം ഒരേ റാങ്കിൽ ജോലി ചെയ്യുന്നു. അയാളുടെ റാങ്കിങ് ഉൾപ്പെടെ പ്രശ്നത്തിലാണ്. അയാളെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നാ സിസ്റ്റത്തിൻ്റെ കൂടെ നിൽക്കും വേണം കഴിയുന്നതും. അപ്പം ഞാൻ എൻ്റെ ആദ്യം ക്യാരക്ടറിനെ പറ്റി എൻ്റെ ഡയറക്ടർ ജിത്തു അഷ്റഫ് എന്നോട് പറഞ്ഞപ്പം ഏകദേശം ഇങ്ങനെ ഒരു സമ്മറി ആയിരുന്നു പറഞ്ഞത്. അതായത് പുള്ളി മാക്സിമം സിസ്റ്റത്തിനോട് വലിയ എന്താ പറയുക ചാലഞ്ചസ് ഒന്നും ഇല്ലാതെ പ്രോസസ്സൊക്കെ ഫോളോ ചെയ്ത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊരു പോലീസ് ഓഫീസർ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ സ്റ്റോറിയിൽ അങ്ങനെ ഇയാളുടെ വലിയൊരു ഇതൊന്നും വരുന്നില്ലെങ്കിലും അപ്പം അതായിരുന്നു ഒരു കോണ്ടെക്സ്റ്റ് തന്നിരുന്നത് ഈ ക്യാരക്ടറിനെ പറ്റി. ഈ മാനേജ്മെന്റ് ഭാഗത്താണ് വലിയൊരു ജോലിയും ചെയ്തിരുന്നത്, കൺസൾട്ടൻസി ഭാഗത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ അവിടെ ഒരു നയതന്ത്രം ഉണ്ടല്ലോ, അവിടെ ഒരു ഡിപ്ലോമസി ഉണ്ടല്ലോ. ഈ ഷാഹുൽ ഹമീദിനുണ്ടല്ലോ ഏറെക്കുറെ ഒരു ഡിപ്ലോമസി. അത് ഹെൽപ്പായിട്ടുണ്ടോ? ആക്ച്വലി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ പറ്റി ആലോചിച്ചത്. ഇല്ല, അങ്ങനെ ഐ മീൻ കോർപ്പറേറ്റ് ഡിപ്ലോമസി വേറെയാണ്. അതെ, എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലുമൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ക്യാരക്ടർ മനസ്സിലാക്കാൻ അങ്ങനെ കോൺഷ്യസ്ലി ഒരു സാധനം വന്നിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളിലും എങ്ങനെയാണ് ഡിപ്ലോമാറ്റിക്കലി പെരുമാറുന്നതെന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയത് മേ ബി ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക ഒരു കോണ്ടെക്സ്റ്റ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ അത് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ടാവും എവിടെയെങ്കിലും. സ്ക്രീൻ പ്ലേയിലും ഐ മീൻ സ്റ്റോറിയിലും മെയിൻലി എന്താ പറയുക ഈ ഒരു കൂട്ടുകാരൻ്റെ കൂടെ എങ്ങനെ നിൽക്കണം എന്നുള്ള ആ ഒരു ആംഗിളിൽ നിന്നാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഇന്നായെന്ന് തോന്നുന്നു ക്യാരക്ടർ. ചാക്കോച്ചൻ അവതരിപ്പിച്ചിട്ടുള്ള റോളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മെൻ്റലി അയാൾക്ക് ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ പറ്റാത്തൊരു സ്പേസിൽ അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. അയാളുടെ നഷ്ടം അയാൾക്ക് കഴിഞ്ഞ് ഒരിക്കലും നികത്താൻ പറ്റില്ല. അപ്പുറത്ത് തന്നെ അയാൾക്ക് എല്ലാ മൈൻഡും ബോഡിയൊക്കെ ഫിറ്റായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയും ഉണ്ട്.
അങ്ങനെ ഒരാളെ മനസ്സിലാക്കിയിട്ടാ പല സമയത്തും ഷാഹുൽ ഹമീദ് നിൽക്കുന്നത്. അതായത് അയാൾക്ക് അയാളുടെ ജോലിയുടെ പ്രഷർ അറിയാം, ജീവിതത്തിലെ നഷ്ടം അറിയാം. ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് എങ്ങനെയാണ് ഒരാൾ പെരുമാറേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടല്ലോ, ട്രിഗർ ആവുന്ന പോയിന്റ് തൊട്ടിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നഷ്ടപ്പെടുന്ന ആ ദിവസം തൊട്ടിട്ട് ഷാഹുൽ അതിൻ്റെ അവസാനം വരെയും കൂടെ ഉണ്ട്. അപ്പോൾ 3 പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കി, എങ്ങനെയാ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ആദ്യം ഹരീഷിന് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നഷ്ടമാവാൻ പോകുന്നു എന്ന് ആദ്യം അറിയുന്ന ആള്, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ആദ്യം ഭാര്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഷാഹുൽ ത്രൂ ആണ്. അപ്പോൾ ഈ ചാക്കോച്ചൻ വന്നിട്ട് ഞാൻ ഒന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറയുന്ന സമയത്ത് ആ വരാന്തയിലൊരു നോട്ടമുണ്ട്. അതായത് അയാൾക്ക് അറിയാം ഇനി കാര്യങ്ങൾ ഫുൾ തിരിയാൻ പോവുക, വലിയൊരു നാശത്തിലേക്കാണ് അയാളുടെ ജീവിതവും മൊത്തത്തിലുള്ള സാഹചര്യവും പോകുന്നതെന്ന്. അപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഭീതിയിൽ ഇങ്ങനെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ടല്ലോ, ആ സീനിന് മുമ്പ് എന്താ നടന്നത്? എങ്ങനെ എന്തൊക്കെയാ ബ്രീഫായിട്ട് എന്തൊക്കെയായിരുന്നു പ്രോസസ്? ഇല്ല, ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ഒരു ബ്രീഫ് അവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നില്ല. ബട്ട് ബേസിക്കലി എനിക്ക് തോന്നുന്നു നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കൂട്ടുകാരൻ്റെ എത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആണ് പുള്ളിയെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഷാഹുൽ ഹമീദ്. അപ്പം ഇങ്ങനൊരു ന്യൂസ് വരുമ്പം അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഭീതിയാണ് ഇയാളുടെ ഉള്ളിലുള്ളത്. ഇയാളുടെ കൺട്രോളിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു റിയാക്ഷൻ ആയിരിക്കില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇയാളുടെ കരിയർ എന്നതിലുപരി ഇയാൾ ഫാമിലി ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും, വീട്ടിൽ പോയിട്ട് മോളുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും, ഭാര്യയായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കൺസേൺ ഷാഹുലിന് കൂടുതലുണ്ട്. ഇയാളുടെ കരിയർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നപ്പം ആ മോള് സ്വന്തം മോളെയൊക്കെ പോലുള്ളൊരു ആയിരിക്കും, സ്വന്തം മോളാണ്, കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് എടുത്ത് വളർത്തിയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ ആ കുട്ടിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു പേഴ്സണൽ റിയാക്ഷനും ഉണ്ട് ഇയാൾക്ക് അതും ആലോചിക്കണം. ഇയാൾ വളർത്തിയെടുത്തൊരു കുട്ടിയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുണ്ട്, പ്ലസ് അപ്പോൾ ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ട്, പ്ലസ് കൂട്ടുകാരൻ്റെ കരിയറും നോക്കണം. ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിലും പെടണം. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ ഈ ഒരു മൊമെൻറ്റിനെ എങ്ങനെ എത്രയും സൗമ്യപരമായി ചെയ്യാൻ പറ്റുന്നതാണ് അയാൾ അവിടെ എനിക്കൊന്ന് ആലോചിച്ച് നിൽക്കുന്നത്. അടുത്ത സന്ദർഭം ഹൈദരാബാദിലേക്ക് സൈബർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വിടുകയാണ്. അപ്പോൾ അത് അയാൾ അവിടെ ഉണ്ടായ പ്രശ്നമാണ്. അപ്പോൾ വേറൊരു കാര്യത്തിൽ നീക്കും വേണം. നമുക്കറിയാം ആ സന്ദർഭം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മണിക്കൂറുകളിൽ എവിടെയെങ്കിലും ഷാഹുലിന് തോന്നിയ ഐഡിയ ആയിരിക്കണം ചിലപ്പോൾ അയാൾ ഹൈദരാബാദിലേക്ക് അങ്ങനെ വിടാന്നുള്ളത്. അപ്പം ചാക്കോച്ചൻ മേശയ്ക്കെതിരെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, നിന്നുകൊണ്ട് നിങ്ങളെ താഴത്തേക്ക് നോക്കുമ്പോൾ ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് അധികം നോക്കുന്നേ ഫുൾ താഴത്തേക്കും ആ ഫോമിലേക്കും ആ കവേർഡ് ലെറ്ററിലേക്ക് നോക്കുന്നു. അദ്ദേഹം അധികം നോക്കുന്നില്ല, വേറെ ഒഴിവിന് പോയി നീ പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴൊക്കെയും ലുക്ക് മൊത്തം താഴത്താണ്. സാധാരണ കള്ളത്തരം ചെയ്യുമ്പോൾ ആക്ച്വലി അത് കള്ളത്തരം അല്ലെങ്കിൽ പോലും അയാളോട് കാണിക്കുന്ന കള്ളത്തരാണല്ലോ, നമ്മൾ താഴത്തേക്കാണ് നോക്കുക. അതൊക്കെ കോൺഷ്യസ്ലി ചെയ്ത കാര്യങ്ങളാണോ? അല്ല, കോൺഷ്യസ്ലി ചെയ്തതല്ല. എഗെയിൻ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇയാളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് ഹരീഷ് ശങ്കർ. അപ്പം അവിടെ എങ്ങനെയൊക്കെ അഭിനയിച്ച് നോക്കിയാലും ഷാഹുൽ ഹമീദ് എങ്ങനെയൊക്കെ അഭിനയിച്ച് നോക്കിയാലും ചിലപ്പം മിക്കവാറും ഹരീഷ് ശങ്കർ പൊക്കും. അപ്പൊ ആ ഒരു ഇത് മനസ്സിലുള്ളതുകൊണ്ടാണ് അയാൾ എത്ര മാക്സിമം ലാഘവത്തോട് അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പരിപാടി ട്രൈ ചെയ്യുന്നതാണ് ഷാഹുൽ ഹമീദ്. അപ്പൊ അങ്ങനെയാണ് അതിനെ ആ സീനിനെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇയാളും മാക്സിമം അധികം ഐ കോണ്ടാക്ട് ഒക്കെ കൊടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ പിടിക്കും. അപ്പോൾ എടാ ഇല്ല ഇങ്ങനൊരു സാധനം പറ്റി എന്നാ അതായിരിക്കും ഇയാളുടെ റിയാക്ഷൻ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ സീൻ അപ്രോച്ച്. ഏറ്റവും അവസാനം ക്ലൈമാക്സിന് ശേഷം ഇയാൾ എങ്ങനെയായിരിക്കും പ്രതികാരം ചെയ്തിട്ടുണ്ടാവുക എന്നറിയുന്ന ഒരാൾ ചിലപ്പോൾ ഷാഹുലായിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബർത്ത്ഡേ കേക്കിന് അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതും ത്രൂ ഐസാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഈ ഒരേ സമയം അയാൾ നിയമത്തിനപ്പുറം ഒരു കാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടുപേർക്കും ഏകദേശം ഒരേ കൈൻഡ് ഓഫ് സന്തോഷമാണല്ലോ ആ പ്രതികാരം കൊണ്ട് കിട്ടുന്നത്, ആ സംതൃപ്തിയുണ്ട്. അതും ഒരു ബ്രീഫും ഇല്ലാതെ അങ്ങ് ചെയ്യുമായിരുന്നു? അല്ലല്ല, അവിടെ ആക്ച്വലി സംതൃപ്തി എന്നതിലുപരി ഇവൻ വീണ്ടും ട്രാക്കിലേക്ക് വന്നു. പക്ഷേ എനിക്കൊന്ന് കൂടുതലും ഷാഹുൽ ഹമീദ് കണ്ടിരുന്നത് ഇയാൾ പെടാപാട് പെട്ടിട്ടാണ് എന്താ പറയുക ഇവനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു ഈ ഹരീഷ് ശങ്കറിനെ. പക്ഷേ എന്നാലും അയാളുടെ പണി അയാൾ ചെയ്തു. അപ്പം അവിടെ ജിത്തു അഷ്റഫ് ഡയറക്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, അതായത് എടാ നീ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു ഭാവമാണ് കൂടുതലും വേണ്ടത്.
കാരണം ഇയാൾ മാക്സിമം ഷാഹുൽ ഇത് ട്രൈ ചെയ്യുന്ന ഇയാൾ പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടരുത്, എങ്ങനെയെങ്കിലും ഇയാളുടെ കരിയറും ഇയാളുടെ ഫാമിലിയും സേവ് ചെയ്യണം, അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണല്ലോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇയാൾ പോയി ഇയാൾ ചെയ്യേണ്ട പണി ഇയാൾ ചെയ്തിട്ട് തിരിച്ചു വന്നു. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓക്കെ നീ ചെയ്തെന്നാന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പോകുന്നൊരു പരിപാടിയാണ്. എപ്പോൾ തൊട്ടാ വേറൊരാൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ഡയലോഗ്, വേറൊരാളുടെ ബുദ്ധിയിലുള്ള ഒരു ഐഡിയയിൽ ഞാൻ വന്ന് പ്രസൻറ്റ് ചെയ്താൽ, ഞാൻ ആക്ട് ചെയ്താൽ അത് ആളുകളിൽ ഒരു സന്തോഷം ഉണ്ടാക്കേണ്ട, എനിക്കും അത് സന്തോഷം കണ്ടിരുന്നു മനസ്സിലായ മൊമെന്റ്? വളരെ നല്ല ചോദ്യം. പാലക്കാട് വെച്ചിട്ടാണോ അതോ കോർപ്പറേറ്റ് സ്പേസിൽ നിൽക്കുമ്പോഴായിരുന്നോ? ഞാൻ നാടകമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം നാടകം ചെയ്യുമ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര പ്രസൻ്റായി നിന്ന് ഭയങ്കരമായിട്ട് ആ മൊമെൻറ്റിൽ ട്രൂലി ബിലീവ് ചെയ്ത് നിൽക്കുമ്പം ഭയങ്കര ഒരു ഹൈ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന നാടകം ചെയ്തു തുടങ്ങുമ്പോഴാണ്. പാലക്കാടും ചെയ്തിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നാടകം ചെയ്തിരുന്നു. പക്ഷെ എനിക്കൊന്ന് ക്ലിയർ ആയിട്ടൊരു മൊമെൻറ്റ് ഈ 2008 ആ ഒരു സമയമായിരുന്നു. ഇപ്പം ബാംഗ്ലൂരിൽ നാടകം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് നാടകം ഫുൾ ടൈം ചെയ്യണം, ഈ പറഞ്ഞ പോലെ വേറെ സ്ക്രിപ്റ്റിലുള്ളൊരു സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ലൊരു ഹൈ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ആ സമയത്താണ്. സിനിമ അങ്ങനെ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, ഫുൾ ടൈം നാടകം ഇല്ല. അപ്പോൾ ആ സമയത്തൊക്കെ വേറെ ജോലി ഉണ്ടായിരുന്നു, കോർപ്പറേറ്റ് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ രാവിലെ ഒരു റിഹേഴ്സലിന് പോകും, പിന്നെ വൈകുന്നേരം വേറെ റിഹേഴ്സലിന് പോകും. അങ്ങനെ നാടകങ്ങൾ ജഗിൾ ചെയ്ത് ജോലിയുടെ കൂടെ തന്നെ. നാടകത്തിലൊരു വരുമാന മാർഗമായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല? അങ്ങനെയായിരുന്നു ആഗ്രഹം. പക്ഷേ അങ്ങനെ ഒരു വരുമാന മാർഗത്തിന്റെ സാധ്യത കുറവാണെന്നും, പിന്നെ നമ്മൾ ഓൾറെഡി വേറൊരു വഴിക്ക് പോയി ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് യൂസ്ഡ് ആവുമ്പം പിന്നെ അതെല്ലാം കളഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനും പാടാ. അപ്പോൾ ആ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു 2012-13 ആയിരുന്നു. അപ്പോൾ ഫുൾ ടൈം ഇപ്പം എൻ്റെ കുറേ കൂട്ടുകാർ ഇതേപോലെ കോർപ്പറേറ്റ് ഒക്കെ വിട്ട് ഫുൾ ടൈം നാടകം ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പം അതൊരു ഇൻസ്പിറേഷനാണ്. പക്ഷേ അതേസമയം പേടിയുമായിരുന്നു. എന്താ പറയുക, നമ്മൾ ഈ ലൈഫ് സ്റ്റൈലെല്ലാം കോംപ്രമൈസ് ചെയ്ത് നാടകം ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലായിരുന്നു ബേസിക്കലി. അപ്പോൾ അങ്ങനെ സിനിമ ഒരിക്കലും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് MBA പഠിക്കാൻ പോയി. അപ്പം അതായത് ആ ട്രാക്കിലോട്ട് തന്നെ പോവാം, ഏതെങ്കിലും ഒരു ട്രാക്ക് നമ്മൾ പിടിക്കണമല്ലോ. അപ്പം എന്നാൽ ആ ട്രാക്ക് തന്നെ പിടിക്കാം, അതായിരിക്കും ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോയി. പക്ഷെ ആ വഴിക്ക് പോയപ്പോഴാണ് ഇത് കുറച്ചുകൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് മിസ്സാവാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ പോയപ്പോഴും അവിടെയും തിയേറ്റർ സ്കൂളിലൊക്കെ അവിടുത്തെ ഒരു തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് ഞാൻ ബെർക്ക്ലിയിൽ, കാലിഫോർണിയ. അപ്പോൾ അവിടുത്തെ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ അവിടെ 1-2 നാടകം എന്തെങ്കിലും ആയിട്ട് ഇത് ടച്ച് ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷം ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ചെയ്യണം, ഇനി ലേറ്റാക്കാൻ പറ്റില്ല എന്നുള്ളൊരു, അങ്ങനെയാണ് ജോലിയെല്ലാം വിട്ടിട്ട് തിരിച്ച് നാട്ടിൽ. ഇപ്പോൾ ഈ തിയേറ്ററിൽ ഏത് മൊമെൻ്റ് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ ഒരു വാവ് മൊമെൻ്റായിട്ട് ഉള്ളിൽ തോന്നാറ്, ഒരു അഡ്രിനാലിൻ റഷ് തോന്നാറ് എന്നുള്ളതൊന്ന് അറിയാനാണ്. ഇപ്പം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എല്ലാവരും നിൽക്കുമല്ലോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എല്ലാവരും കൂടി കൈവച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമല്ലോ എല്ലാവരും കൂടി നിന്നിട്ട്, അതാണോ അതോ നാടകം തുടങ്ങി കഴിഞ്ഞിട്ട്, ഐ മീൻ തിയേറ്റർ പ്ലേ ആണെങ്കിലും തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ റിഹേഴ്സലിൽ ചെയ്ത് അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റോ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു റിയാക്ഷൻ വരും. നമ്മുടെ ആളുകളുടെ കണ്ണിൽ നോക്കിയിട്ടാണല്ലോ നാടകം അധികം കളിക്കുന്നത്, അതാണോ അത് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഫുൾ ക്ലാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും ഓവൽ ഷേപ്പിൽ നിൽക്കുമല്ലോ, എന്നിട്ട് ഇങ്ങനെ കുനിയുമല്ലോ, നിങ്ങൾക്ക് നന്ദി നിങ്ങളുടെ സമയത്തിന് എന്ന് പറഞ്ഞിട്ട്, ഏതാ ഇഷ്ടമുള്ളത്? ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഒരു നാടകം ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ 2 ആഴ്ച. പാസ് ബൈപ്പാസ്, ബൈ ബൈപ്പാസ്. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാം ഭയങ്കര ഹൈ തരുന്ന മൊമെൻറ്റ്സ്. അപ്പം ചിലപ്പോൾ നമ്മൾ ഒരു ഷോയിൽ പെട്ടെന്ന് ഒരു ആക്ടർ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പുതുതായിട്ട് വലിയ മറ്റു ആക്ടേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു എനർജിയിൽ എന്തെങ്കിലും പറയും, അപ്പം നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യും. അതെ, അപ്പോൾ ഓരോ ഷോവും നമുക്കൊരു ഡിസ്കവറി പോലെയാണ്. അപ്പോൾ അതന്നെയാണ് നാടകം. പിന്നെ ലൈവായിട്ട് നമ്മൾ ഓഡിയൻസായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഹൈ ഉണ്ട്. ഓരോ ഷോവും ഓരോ പോലെയായിരിക്കും, ഒരേ ടൈപ്പ് ഓഡിയൻസ് ആയിരിക്കില്ല. സിനിമയിലെ പോലെയല്ല, സിനിമയിൽ നമ്മൾ ഒരിക്കൽ ചെയ്ത് വെച്ച് പിന്നെ അത് നമ്മുടെ കയ്യിലല്ലല്ലോ. ഇത് പക്ഷേ എപ്പോഴും ആസ് എൻ ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്പേസ്. അതാണ് നാടകത്തിൻ്റെ ഒരു രസം. ഇപ്പോൾ നാടകത്തിനെ പറ്റിയിട്ട് തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇയർ എന്നുള്ള ഒരു സിനിമയുടെ അകത്ത് അമിതാഭ് ബച്ചൻ ആക്ച്വലി തിയേറ്റർ ആർട്ടിസ്റ്റാണ് ആ സിനിമയുടെ അകത്ത്. അപ്പോൾ പുള്ളി തിയേറ്ററിനെ കുറച്ചുകൂടി ഹയർ ഫോം ഓഫ് ആർട്ട് എന്നുള്ള രീതിയിൽ പറയുന്നൊരു കോൺവെർസേഷൻ ഉണ്ട്. അതായത് തിയേറ്റർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മുഴുവൻ കാണിക്കാം,
നമ്മുടെ ശബ്ദം മുഴുവനായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ഇതിനകത്ത് എഡിറ്റ് ഇല്ല, സിനിമ കുറച്ചുകൂടി ഒരു ചോപ്ഡ് മീറ്റ് ആണ്, ഒരു ലോഫാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തിയേറ്ററിനെ കുറച്ചുകൂടി വലിയ ആർട്ടായിട്ട് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. തിയേറ്ററാണോ സിനിമയാണോ? അല്ല, അതിൻ്റെ ആ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. പുള്ളി ഇത് പറയുന്നത് സിനിമയിലാണ്. അതെ, പുള്ളി പറയുന്നത് അത് സിനിമയുടെ നീ ഒന്ന് രണ്ടും വളരെ എൻജോയബിൾ ആയിട്ട്, വളരെ എന്താ പറയുക, കുറേ ആർട്ട് ഫോംസ് വരുന്ന ഒരു മീഡിയമാണ് സിനിമ. ആൻഡ് അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു മാജിക് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പലതരം ആർട്ട് ഫോംസ് എല്ലാം കൂടിയും ഒരുമിച്ച് വന്ന് എല്ലാവരും ഭയങ്കര നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു സിനിമ ഉണ്ടാകുന്നത്. അപ്പം അത് വേറെ തന്നെ ഒരു ഹൈ തരുന്ന ഒരു ആർട്ട് ഫോമാണ്. ആസ് എൻ ആക്ടർ നേരെ മറിച്ച് തിയേറ്റർ ചെയ്യുമ്പം നമ്മുടെ പ്രോസസ്സ് തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. 3 മാസം 3.5 മാസം നമ്മളൊരു ക്രൂ ആയിട്ട് നിന്ന്, അപ്പോൾ അതിന് വേറെ തരം ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. കുറെ കൂടി നമ്മൾ തന്നെ ആ കോണ്ടന്റിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിരിക്കും, ഇംപ്രൂവൈസ് ചെയ്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത്, പിന്നെ അവിടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ വേറെയാണ്. അപ്പം അങ്ങനെ രണ്ടിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ ഇപ്പം ഞാൻ അധികം ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ വലിയ ഇതില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയും എൻജോയബിൾ ആയിരിക്കും. നമ്മൾ ഒരു ടീമുമായിട്ട് കൂടുതൽ വർക്ക് ചെയ്യും തോറും എനിക്ക് തോന്നുന്നു എൻജോയബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ആളുകൾ ആക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ഇൻസ്പയർ ആയിട്ട് പെർഫോം ചെയ്യുന്നൊരു മെത്തേഡും ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് അയാൾ കടന്നു പോകുന്ന ഹാലുസിനേഷൻ പോലും മനസ്സിലാവാത്തൊരവസ്ഥയിൽ ഒരാൾ നിൽക്കുന്നത്, അയാളുടെ ചുറ്റുമാണ് ഇയാൾ നിന്നിട്ട് പല കാര്യങ്ങളും, അയാളുടെ ഒപ്പം നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇങ്ങനത്തെ മനുഷ്യരെ നമുക്ക് റിയൽ ലൈഫിലും കാണാൻ പറ്റും. പോലീസ് ഫോഴ്സിൽ പോലും ഇങ്ങനത്തെ ആളുകളുണ്ടെന്ന് ഷാഹി കബീർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഷാഹി കബീർ ഉൾപ്പെടെ അങ്ങനത്തെ ഡിപ്രഷനെ പറ്റിയിട്ടൊക്കെ വോക്കലായിട്ടുള്ള ഒരാളാണ്. ശരിക്കും അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ കൂടെ ഇരുന്നിട്ടുണ്ടോ ശരിക്കും വൈശാഖ്? ഉണ്ട്. നമുക്കിപ്പോൾ അറിയാവുന്ന പലരും നമ്മുടെ ഫ്രണ്ട് സർക്കിളുള്ളവരാണെങ്കിലും നമുക്ക് റിലേറ്റീവ്സിലാണെങ്കിലും എല്ലാം മെൻ്റൽ ഹെൽത്ത് ചാലഞ്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി ഓപ്പണായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടതും അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതും മനസ്സിലാക്കാൻ, പിന്നെ എനിക്കും പേഴ്സണൽ ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അങ്ങനെ കണ്ടു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇയാളുടെ ക്യാരക്ടർ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇപ്പോൾ പലപ്പോഴും ഷാഹുൽ ഹമീദിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഗ്രാഫൊക്കെ ഇപ്പം എനിക്ക് കുറേ കൂടി മുംബൈ പോലീസിൽ റഹ്മാൻ ചെയ്തിട്ടുള്ള ഗ്രാഫായിട്ട് ചെറിയ സാമ്യമുണ്ട്. അത് രണ്ട് വേൾഡാണ്. എന്നാൽ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ക്യാരക്ടർ സിമിലർ ആണ്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഇതിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ശരിയാണ്, അവിടെയും ഈ പറയുന്ന പോലെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതെ, എന്നാൽ അയാൾക്ക് അയാളുടെ ഫ്രണ്ട്സോട് അത് ചെയ്യും വേണം. പക്ഷേ ഇല്ല, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ആലോചിച്ചിരുന്നില്ല. ഇപ്പം നമ്മൾ റിയൽ ലൈഫിലേ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് സോൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഒരു കൂട്ടം, ആ കൂട്ടുകാരായിരിക്കും നമ്മളെ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാൻ അറിയാതെ ഹെൽപ്പ് ചെയ്യുക. കാരണം നമ്മൾ നിൽക്കുന്ന ആളുകളുടെ ആവറേജ് ആയിരിക്കുമല്ലോ പലപ്പോഴും അവരുടെ തോട്ട്സിൻ്റെ ആവറേജും അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസിൻ്റെ ആവറേജൊക്കെ ആയി പോകും നമ്മൾ. അപ്പോൾ ഈ സിനിമ പേഴ്സ് ചെയ്യാനും നാടകം പേഴ്സ് ചെയ്യാനും അങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ കൂട്ടം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അഗൈൻ താങ്ക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. എനിക്കൊന്ന് എൻ്റെ ഫ്രണ്ട്സ് രണ്ട് ഗ്രൂപ്പിലുള്ള, ഒന്ന് തിയേറ്റർ നാടകം ചെയ്യുമ്പോഴുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെയാണ്, എങ്ങനെ നമുക്കിത് ഫുൾ ടൈം ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അവരുടേതായ ജേർണി ഡിസ്കവർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുമ്പോഴും ഇവിടെയും ഇതേപോലെ കുറേ ആക്ടർ ഫ്രണ്ട്സ് ഉണ്ട്, നാടകമൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ കുറച്ച് സിനിമയിലൊക്കെ ആയി വരുന്ന. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനൊരു സർക്കിളുള്ള ഭയങ്കര എനിക്കൊന്നും നമ്മളെല്ലാവരും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ആണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആക്ച്വലി ഈ ഒരു സ്പേസിൽ. അപ്പം അങ്ങനത്തെ ഒരു സപ്പോർട്ട് കോൺസ്റ്റൻ്റ്ലി ഉണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന എൻ്റെ കൂടെ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ എസ്പെഷ്യലി എൻ്റെ ഏറ്റവും അടുത്ത ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ വേൾഡിൽ നിന്ന് ഇത് ക്വിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു എനിക്ക് തന്നെ ഭയങ്കര ഒരു ഡിസണൻസ് ആയിരുന്നു. ഇത് എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ളൊരു ഇത്രയും ലേറ്റ് സ്റ്റേജിൽ. പക്ഷെ ആ ഒരു സ്റ്റേജിൽ ഇവർ എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടീവായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഓക്കെ ഇതിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കൺവിക്ഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ചലഞ്ചിങ് ആവുമായിരുന്നുണ്ട്. നമ്മുടെ കൂടെ ആരും ഇല്ലാത്തത്. അതെ, അവരെല്ലാവരും നീ എന്ത് വട്ടാണോ നിനക്ക് പീസ് ഇങ്ങനൊരു വേറൊരു രീതിയിലെ കരിയർ പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അവിടുന്ന് അതെല്ലാം കളഞ്ഞ് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ
അവർ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ മേ ബി ഡിഫിക്കൽട്ട് ആവുക. ഇപ്പോഴും ശരിക്കും ഒരു കോർപ്പറേറ്റ് കരിയർ ഉണ്ടോ വൈശാഖൻ? ഇല്ല ഇപ്പം ഇല്ല. കംപ്ലീറ്റ്ലി ഇല്ല. ഇല്ല. അപ്പം പക്ഷേ ഇപ്പം നോർമലി പെട്ടെന്നൊക്കെ റാൻഡായിട്ട് ആളുകൾ പരിചയപ്പെടുന്ന സമയത്ത് ഇപ്പം പുറത്തൊക്കെ പോയി MBA ഒക്കെ ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് ലൈഫൊക്കെ ഉള്ള ഒരാൾ പെട്ടെന്ന് ഇത് മൊത്തം നിർത്തിയിട്ട് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ പോകുമ്പോൾ അയ്യോ എന്തിനാ അങ്ങനെ ആ റിയാക്ഷൻ വരില്ലേ? അത് കുറേ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് സർക്കിളുള്ള ആരും അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് പറയുന്നതെന്ന്. ഇപ്പം എൻ്റെ അച്ഛനമ്മയാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും, 2 ചേട്ടന്മാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലോസ് സർക്കിളുള്ള 3-4 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ പണ്ട് നാടകമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനിതിങ്ങനെ നാടകം ചെയ്യുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ആക്ടറായിരുന്നു വൈശാഖ്. അതായത് എപ്പോഴും ബെസ്റ്റ് ആക്ടറൊക്കെ ആവുന്ന അങ്ങനെ അല്ല ഓൺസോമ്പിളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു, അങ്ങനെയുള്ളൂ. അങ്ങനെ പിന്നെ എവിടേക്കോ ഇത് പെർസ്യൂ ചെയ്യണം എന്നുള്ളൊരു ഇത് എന്താ പറയുക, ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്തവരെല്ലാവരും നല്ല അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ മേ ബി നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ MBAക്ക് പഠിക്കാൻ പോയപ്പോൾ അവിടെ ഒരു കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടിയിരുന്നു. നമ്മൾ പിന്നെ ഓഡിഷൻസ് ഒക്കെ അവിടെയും ചെയ്തിരുന്നു. അപ്പം അതിന്ന് കുറച്ച് നമുക്കറിയാമായിരുന്നു. പക്ഷെ ഇതൊരു കരിയർ ആക്കാൻ പറ്റുന്ന ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ. ഇപ്പം എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ഈ 2019 ആക്ച്വലി ഞങ്ങളൊരു വെക്കേഷന് വന്നായിരുന്നു നാട്ടിൽ. അപ്പോൾ തിരിച്ചു പോകാൻ ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് പോലെയായിരുന്നു. ഇത് എപ്പോഴെങ്കിലും ചെയ്യണം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 6-7 വർഷമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് വൈറസിൻ്റെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓഡിഷന് പോയി. അപ്പോൾ അതിലൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ്റെ കൂടെ തന്നെ? ആക്ച്വലി ചാക്കോച്ചൻ്റെ കൂടെ തന്നെയാണ്. ഈ ചാക്കോച്ചനും പിന്നെ ബാക്കിയുള്ള അത് പിന്നെ കുറേ കാസ്റ്റ് ഉണ്ടല്ലോ അതിൽ. രേവതി ചേച്ചി ഉണ്ടായിരുന്നു, പൂർണ്ണിമയുണ്ട്, പാർവതിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുന്നൊരു വട്ടമേശത്തിലുള്ള, അപ്പോൾ അതിൽ തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സീൻ. അപ്പം അങ്ങനെ ആ വർക്ക് ചെയ്തപ്പോഴും ഓക്കെ മേ ബി ഇതൊന്നുകൂടി ട്രൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് തുറമുഖം ചെയ്തു. അപ്പോഴും ഓക്കെ മേ ബി ട്രൈ ചെയ്യാം. ആക്ച്വലി ഭയങ്കര നല്ല സ്റ്റാർട്ടായിരുന്നു. വൈറസും തുറമുഖം ബാക്ക് ടു ബാക്ക് ഇത്രയും നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ഈ രാജീവേട്ടൻ്റെ ഈ തുറമുഖത്തിൻ്റെ കാസ്റ്റിംഗ് കോളാണ് ഞാൻ ആദ്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു കാസ്റ്റിംഗ് കോൾ. അത് അവിടെ ഇരിക്കുമ്പോൾ അപ്ലൈ ചെയ്ത കാസ്റ്റിംഗ് കോളായിരുന്നു. അപ്പോൾ ആ ജോലിയിൽ നിന്ന് ഇങ്ങനെ 2 മാസം വെക്കേഷൻ എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അതെന്തോ ഭാഗ്യത്തിന് അങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ല അങ്ങനെ 1-2 സിനിമ ചെയ്തപ്പോഴാണ് ഓക്കെ ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഓബിയസ്ലി ലോങ് വേ ടു ഗോ. ഇനിയും കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാണ്ട്. പക്ഷെ ഇത് കരിയർ ആക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അത് ആർക്കും എനിക്ക് തോന്നുന്നില്ല. കൂട്ടുകാർക്കാർക്കും പറയാം നീ ചേടാ നീ സൂപ്പറാ, അത് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ അതിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിന് ഒരു ലോങ് ലാസ്റ്റിംഗ് കരിയർ എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷേ എന്നാലും ഫ്രണ്ട്സാണ് ഒരു ഇൻ്റഗ്രൽ പാർട്ട് ഡിസിഷൻ എടുക്കണം. അതെ ഫ്രണ്ട്സാണ് ഇൻ്റഗ്രൽ പാർട്ട്. ഏറ്റവും ഇൻ്റഗ്രൽ പാർട്ട് എൻ്റെ വൈഫാണ്. അവരോടാണ് ഞാൻ ഈ ബോംബ് പൊട്ടിക്കുന്നത്. എന്താ അവരുടെ പേര്? രമ്യ. രമ്യ എന്താ പറഞ്ഞ ബോംബ് പൊട്ടിച്ചപ്പോൾ? രമ്യ ആക്ച്വലി ബോംബ് ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് അവർക്ക് അറിയായിരുന്നു. അങ്ങനെ ടൈം ലിമിറ്റ് ഒക്കെ തരും സാധാരണ ഭാര്യമാർ, അങ്ങനെ ടൈം ലിമിറ്റ് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊരു പാവമാണ്. ടൈം ലിമിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വിജയ് സേതുപതിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വൈഫ് ടൈം ലിമിറ്റ് 5 വർഷം അങ്ങോട്ട്. അതിൽ സക്സസ്ഫുൾ ആണെങ്കിൽ അതുവരെ ഞാൻ കുടുംബം നോക്കാം. ഇതിപ്പോൾ 6 വർഷമായി. അപ്പം ഇനിയിപ്പോൾ അവരോട് പറയണ്ട. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നാട്ടിലേക്ക് വെക്കേഷനായിട്ട് വന്നായിരുന്നു. അപ്പം ഇങ്ങനെ ഇതിന് വേഷമൊക്കെ കിട്ടി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടാവില്ല. വൈഫ് ബാംഗ്ലൂരും ഞാൻ പാലക്കാടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ തിരിച്ച് പാലക്കാടിലേക്ക് വന്നപ്പം ഒരു ദിവസം പുറത്ത് സിറ്റ് ഔട്ടിലിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിത് ചെയ്താൽ കൊള്ളാം. പക്ഷേ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മേ ബി ഒരു വർഷം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, എങ്ങനെ റിയാക്ഷൻ എങ്ങനെയുണ്ട്. ഇതിപ്പോൾ ട്രൈ ചെയ്ത് ഇതൊന്നും എന്താ പറയുക, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ടാവും. അപ്പം അങ്ങനെ ആ ഒരു വർഷം എന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് വന്നു. അപ്പോൾ 2 വർഷം എവിടെയും പോകാൻ പറ്റിയില്ല. നമ്മളിവിടെ തന്നെ ഇതായി. പിന്നെ അപ്പോൾ ഓരോ വർഷം ഓരോ മാസം 6 മാസം കഴിയും തോറും ഇല്ല ഇത് തന്നെയാണ് എനിക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ള കൺവിക്ഷൻ എനിക്കും ഉണ്ടായിരുന്നു.
പിന്നെ ഞാനിത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൺവിക്ഷൻ അവർക്കുണ്ട്. Nice. അപ്പോൾ അവർക്കത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവരാണ്. ഈ ചാക്കോച്ചൻ ഈസ് എ സ്വീറ്റ് ഹാർട്ട് എന്നാണ് ഞാനൊരു അഭിമുഖത്തിൽ എഴുതി കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താ ആ ഡെഫിനേഷൻ്റെ പിന്നിൽ? അതായത് പുള്ളി ഭയങ്കര കൈൻഡാണ് എല്ലാവരോടും. ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെന്നല്ല, ഇപ്പം ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ഫ്രെയിമിൻ്റെ എത്ര ഡിസ്റ്റൻസ്, പുള്ളി അത് പറഞ്ഞു തരുന്ന രീതി അല്ലെങ്കിൽ പുള്ളിക്ക് അത് സ്റ്റെപ്പ് ഇൻ ചെയ്ത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പുള്ളി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ജെന്യുവൻ ആയിട്ട് കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആക്ച്വലി ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഷോട്ട് ഷാഹുൽ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നീ എവിടെയായിരുന്നു, നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിൽ പുള്ളി ആക്ച്വലി ദൂരെ നിന്ന് നടന്നു വരികയാണ്. അപ്പം അതിന് ആക്ച്വലി ഒരു ഐ മൂവ്മെന്റ് ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. ഒരു ബേസിക് ടെക്നിക്കൽ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ബാക്കിലെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഐ മൂവ്മെന്റ് 3-4 തവണ ഇങ്ങനെ മാറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു, ഇല്ല നീ ടെൻഷൻ അടിക്കേണ്ട, ആക്ച്വലി ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി, ഇങ്ങനെയായിരിക്കും ട്രാവൽ പോകുന്നതെന്ന് പറഞ്ഞ് പുള്ളി ആ മൊമെന്റിൽ ഇങ്ങനെ കൈ കാണിച്ചു. അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ട്. കുറച്ചുകൂടി ടെക്നിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ ഞാൻ സമയമെടുക്കുമ്പോഴൊക്കെ പുള്ളി ഭയങ്കര പേഷ്യൻ്റായിട്ട്, പിന്നെ പുള്ളി കുറേ തമാശയൊക്കെ പറഞ്ഞ് ജെൻറ്റ്ലി ഭയങ്കര ഒരു ലൈറ്റ് ഹാർട്ടഡ്, ഇത്രയും ഇൻറ്റൻസ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും പുള്ളി ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഭയങ്കര ഒരു വാംത്ത് ഫീൽ ചെയ്തു. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം ജിത്തു ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ള റോളും ആളുടെ റിയൽ ലൈഫ് തമ്മിൽ ഒരു ബന്ധമില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ പാവം പിടിച്ചൊരു മനുഷ്യനാണ്. ഭയങ്കര പാവമാണ്, ഒരു ബന്ധമല്ല. പുള്ളി എന്താണ് അങ്ങനെ തന്നെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതെന്ന് എന്നോടും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി കംപ്ലീറ്റ് ഓപ്പോസിറ്റ്. ഭയങ്കര കെയറിങ് ആണ് പുള്ളിക്ക്. പുള്ളിയുടെ സെറ്റിലുള്ള എല്ലാവരും നല്ല സക്സസ്ഫുൾ ആണെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്, സിൻസിയർലി ആഗ്രഹമുള്ള ആളാണ്. ഇപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ തന്നെയാണെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കി, എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരും ഒരേപോലെ തന്നെ പുള്ളി ഇൻപുട്ട് കൊടുത്ത് പുള്ളിക്ക് അത് ഭയങ്കര ഒരു ഹൈ ആണ്. ആ ഇതിലെ ആക്ടേഴ്സ് പെർഫോം ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പുള്ളിയുടെ മെയിൻ ഹൈ അതാണ്. എനിക്ക് മനസ്സിലായത്തോളം ആക്ടേഴ്സ് നന്നായി പെർഫോം ചെയ്ത് കാണാന്നുള്ളതാണ് പുള്ളി ഏറ്റവും എക്സൈറ്റഡ് ആവുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആസ് എ റൈറ്റർ, ഹൗ വാസ് ഷാഹി കപൂർ? ഞങ്ങൾ തമ്മിൽ ഈ സിനിമയിൽ അങ്ങനെ കാര്യമായിട്ട് ഇൻട്രാക്ഷൻസ് സെറ്റിൽ പുള്ളി വന്ന ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 ഷെഡ്യൂളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷാഹിക്ക് മറ്റേ റോന്തിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ പുള്ളി അങ്ങോട്ട് പോയി. പുള്ളി ഭയങ്കര ജോളിയാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സിനിമയെ ഭയങ്കര എന്താ പറയുക, എസ്തെറ്റിക്കലിയും ക്രിട്ടിക്കലിയും കാണുന്ന ഒരാളാണെന്ന് മനസ്സിലായി. നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഏതൊക്കെ സിനിമ റീസെൻ്റ്ലി പുള്ളി കണ്ട കുറച്ച് ഇൻ്റർനാഷണൽ ഫിലിംസിൻ്റെ ഒക്കെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു സ്ക്രീൻ പ്ലേ എത്രത്തോളം സ്മാർട്ടായിട്ടാണ് കാണുന്നതെന്ന് പുള്ളിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്ക്രീൻ പ്ലേയുടെ ബീറ്റ്സ് ഒക്കെ എങ്ങനെയാണ് പുള്ളി മനസ്സിലാക്കുന്നത്, അതൊക്കെ നല്ല രസമാണ്. ഞാൻ ആക്ച്വലി പിന്നെ പുള്ളിയുടെ കൂടെ റോന്തിൽ ജസ്റ്റ് ഒരു മിന്നൽ വേഷം ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ വന്നു പോകുന്നൊരു പരിപാടി. അപ്പോൾ അത് ചെറിയൊരു സാധനമായിരുന്നു, ഒരു ഹാഫ് ഡേ ഒരു പരിപാടി ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ ആസ് എ ഡയറക്ടറും എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഇതൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കിട്ടി. ആളോട് ചോദിച്ചിട്ടുണ്ട് എവിടുന്ന ഇത്രയും പെയിൻ കിട്ടുന്നതെന്ന്. ഈ പടം നിങ്ങൾ തിയേറ്ററിൽ ഫ്രണ്ട്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരും പറയുന്നുണ്ടായിരുന്നു ഷാഹിക്കയുടെ ഡാർക്ക് ഒരു രക്ഷയല്ല, എല്ലാത്തിലും വൻ ഡാർക്കാണെന്ന്. എനിക്കൊന്ന് പുള്ളി അത്രയും ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ആൾക്കാരെ. അപ്പോൾ ആ ഒബ്സർവേഷനും പിന്നെ വായനയിൽ നിന്നൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നേരിട്ട് ചോദിച്ചിട്ടില്ല. ഇപ്പം ഈ സിനിമയിൽ നിന്നാണ് കുട്ടികൾക്ക് വയലൻസിന് ഇൻസ്പിറേഷൻ കിട്ടുന്നത് എന്നുള്ള ചർച്ചകൾ കുറേ നടക്കുന്നുണ്ടല്ലോ. അപ്പം സിനിമയിലത്തെ ഡ്രഗ് യൂബേഴ്സ് പിള്ളേരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്, അത് ശരിക്കും നമ്മുടെ ഇപ്പോൾ വാർത്തകളിൽ കാണുന്ന വയലൻസിനും വാർത്തകളിൽ കാണുന്ന ഈ ഡ്രഗ് അബ്യൂസിനൊക്കെ സിനിമ ഇൻസ്ട്രുമെൻ്റലാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സിനിമയ്ക്ക് ഒരു പരിധിക്കപ്പുറം ഇൻഫ്ലുവൻസ് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഇപ്പോൾ ഒരു റൊമാൻറ്റിക് ഫിലിം ഇറങ്ങുമ്പോൾ
ഇപ്പോൾ പ്രേമം ഇറങ്ങിയ സമയത്ത് കുറേ പേര് താടിയൊക്കെ വളർത്തി കറുത്ത ഷർട്ടൊക്കെ ഇട്ട് നടന്നിരുന്നു. അപ്പോൾ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇന്നും എല്ലാവരും അതേപോലെ നടക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അങ്ങനെ തന്നെ നടക്കുക, അങ്ങനെയല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി സിനിമയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റിയൽ ലൈഫിൽ തന്നെ സ്റ്റോറീസ് എടുത്ത് വീണ്ടും സിനിമയിൽ ഇടുന്നതും കഥകൾ പറഞ്ഞു പോകുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ആർട്ട് ഫോം എന്ന നിലയ്ക്ക് ഡെഫിനറ്റ്ലി സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു ആർട്ട് ഫോം തന്നെയാണ് സിനിമ. ആൻഡ് അത് ആ ആർട്ട് ഫോം എടുത്ത് സൊസൈറ്റി എന്താ പറയുക ഇൻസ്പയർഡ് ആവുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്നുള്ള സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്നും ഇപ്പം സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂസും സിനിമയാണെന്ന് പറയുന്നതിനോട് വലിയ യോജിപ്പില്ല. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു നുവാൻസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്ന് തോന്നുന്നു. വൈശാഖിന് കുട്ടികളുണ്ടോ? ഇല്ല. സോ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി കാണുന്നതിന് ആ പാരന്റ് വേണം ആ കുട്ടിക്കുള്ള ഒരു ചോയ്സ് കൊടുക്കണ്ടേ, അങ്ങനെ ബിലീവ് ചെയ്യുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഒരു പ്രായം വരെ ഏത് സിനിമ അല്ലെങ്കിൽ എന്ത് മീഡിയ ആയിട്ടാണ് കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അത് ഓരോ പേരൻസ്, അതും അതിലൊരു ശരി തെറ്റുണ്ടോ എന്നുള്ളത് അത് പേരൻസാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. എന്ത് തരം എക്സ്പോഷറാണ് കുട്ടിക്ക് വേണ്ടത്. പലതരം ആർഗ്യുമെൻറ്റ്സും കേട്ടിട്ടുണ്ട്. 2 വയസ്സും 3 വയസ്സാവാതെ സ്ക്രീൻ കൊടുക്കരുത്, അല്ലെങ്കിൽ 5 വയസ്സ് വരെ സ്ക്രീൻ. എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ, എൻ്റെ ചേട്ടന്മാരുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസിൽ നല്ല വേരി ഡിഫറൻസസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ പേഴ്സണൽ അപ്ബ്രിങ്ങിങ് അനുസരിച്ചും അവരുടെ വേൾഡ് വ്യൂ അനുസരിച്ചായിരിക്കുമല്ലോ അവരുടെ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ അത് ആ പേരൻസിന് വിട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു. ഈ കന്നഡയിൽ അഭിനയിച്ചു എന്ന് വായിച്ചിരുന്നു. ഒന്നാമത്തെ ചോദ്യം അനുരാഗ് കശ്യപിനെ പറ്റിയിട്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലാനും ഇല്ലാന്ന് തോന്നുകയും ചെയ്യും, എന്നാൽ ഭയങ്കര പ്ലാനുള്ള ഒരു മനുഷ്യനുമാണ്. അതായത് സെറ്റിലേക്ക് വരുന്ന വരെ ഒരു പ്ലാനും ഇല്ലാന്ന് തോന്നുന്നു അദ്ദേഹത്തെ കണ്ട, പക്ഷേ ആളുടെ മനസ്സിലുണ്ട് സിനിമ എന്നുള്ള ഓരോ ഫ്രെയിമിനെ പറ്റി അത്രയും ധാരണയുണ്ടെന്ന്. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണം. 2, കന്നഡ എന്താ റേറ്റ് ആവുന്നത് എന്നുള്ള ആകുലതയുണ്ടോ? രണ്ടാമത്തെ ആൻസർ ഞാൻ പറയാം. നല്ല ആകുലതയുണ്ട്, നല്ല വിഷമമുണ്ട്. പക്ഷേ അറിയില്ല എന്താണ് ലേറ്റസ്റ്റ് എന്താണെന്ന് അറിയില്ല. അതൊരു നെറ്റ്വർക്കിന് ഓൾറെഡി വിറ്റിട്ട് പിന്നെ അവർ റിലീസ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അനുരാഗ് കശ്യപിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ജസ്റ്റ് ഒരു സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഓഡിഷൻ വന്ന് ജസ്റ്റ് അങ്ങനെ വലിയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു സീനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു മൊണ്ടാജിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സീൻ, ആദ്യത്തെ ഷെഡ്യൂളിൽ ആ സീൻ പോയി അഭിനയിച്ച് തിരിച്ചു വന്നു. രണ്ടാമത്തെ ഷെഡ്യൂളിന് ഇവർ വിളിച്ചപ്പം ഇവർ പറഞ്ഞു, ഇല്ല ആക്ച്വലി ഒരു 4-5 ദിവസം കൂടി എക്സ്ട്രാ വേണം, നിങ്ങളുടെ സീൻസ് കുറച്ച് ആഡായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവിടെ ചെന്നപ്പം പുള്ളി ഇങ്ങനെ വന്ന് തൊളുത്ത കൈ കെട്ടിട്ട് ഞാൻ കുറച്ചുകൂടി സീൻ എഴുതി, തൻ്റെ വർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോഴും ആ ഒരു മൊമെൻ്റ് അതങ്ങനെ ഹോൾഡ് ചെയ്താൽ, ഞാൻ അതാ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു മൊമെൻ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് പിന്നെ കുറച്ച് സമയം നമുക്ക് പോയത്. ആ ഒരു എന്താ പറയുക വാലിഡേഷൻ കിട്ടിയത്, വാലിഡേഷൻ എന്നതിലുപരി ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ പുള്ളിക്കും പുള്ളിയുടെ ആക്ടേഴ്സിനെ ഭയങ്കര കാര്യമാണ്. അവർക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. ട്രീറ്റ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് പുള്ളിക്ക് ആക്ടേഴ്സിനെ ഇങ്ങനെ ഒരു റിജിഡ് ഫ്രെയിം വർക്കിൽ നിർത്തി അങ്ങനെ ഒരു പരിപാടിയല്ല. പുള്ളി അവരെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം, ഇംപ്രവൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വർക്ക് ചെയ്തതിനുപരി പറഞ്ഞു കേട്ടിടത്തോളം അങ്ങനത്തെ ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ കാര്യമായ ഒരു ബ്രീഫ് പറയുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുക അങ്ങനെയൊന്നും ആയിരുന്നില്ല. ലൈൻ തന്നു, അപ്പോൾ ആ സീൻസ് ഓരോ തവണ അപ്പം നമുക്ക് എന്താ തോന്നുന്നെങ്കിൽ അത് ചെയ്യുക. അതിന് പുള്ളി അത് ഹാപ്പി ആയിരുന്നു. അപ്പോൾ അടുത്ത സീൻ വരുമ്പം വീണ്ടും ഫിഗർ ഔട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വളരെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ട് അഭിനയിച്ച സെറ്റ് അതായിരിക്കും. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു പുള്ളിയുടെ സെറ്റിൽ. വീട്ടിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചോ? ഏത്? അനുരാഗ് കശ്യപിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചോ? ഇല്ല അത്രയ്ക്കായിട്ടില്ല. ഇത് അതിൽ ചെറിയൊരു വേഷമാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു വേഷം, ഒരു സീനിലുണ്ടായിരുന്നത് കുറച്ചുകൂടി ഒരു സീൻസ് ആഡ് ചെയ്തു അങ്ങനെ. അപ്പോൾ നമ്മുടെ ആക്ടിങ്ങിന് ട്രൈ ചെയ്യുന്ന ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൺവിക്ഷൻ അറിയുന്ന ആളുകളുണ്ടല്ലോ, ഈ അഭിനയത്തിനോടുള്ള ഈ ഒരു ഇഷ്ടം, അപ്പോൾ ചെന്ന് പറയുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടായിരിക്കണം ചിലപ്പോൾ പുള്ളി കുറച്ച് എക്സ്ട്രാ സീൻസ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പോയി പറഞ്ഞ ഒരു സന്ദർഭമുണ്ടോ? അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്കത് ഭയങ്കര ഒരു ബൂസ്റ്റായിരുന്നു. പിന്നെ അപ്പോൾ ഐ
ഭയങ്കര ടൈംലി ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതായിരിക്കില്ല, ഇതൊരു കരിയർ ആക്കാൻ പറ്റില്ല. ആൻഡ് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്തൊക്കെയാണ് അങ്ങനെ ഒരു ഇൻപുട്ട് കിട്ടിയത്. അപ്പം എന്ന് വെച്ച് ഓക്കെ ഇനിയിപ്പോൾ ഇതൊരു കരിയറായി, ഇനിയിപ്പം 10 സിനിമ അങ്ങനെയല്ല, പക്ഷേ ഇതിലെന്തോ ഒരു സാധനം ഉണ്ട്, ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഇതിൽ എന്തൊരു സാധനം ഉണ്ടെന്നൊക്കെ നമ്മൾ വെറുത്താന്നൊക്കെ തോന്നുന്ന. അതെ അതെ അതെ. അപ്പം എന്തോ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ളൊരു സാധനം. ഐ മീൻ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അത് വീണ്ടും ഇങ്ങനെ കിടക്കുകയാണ്, പക്ഷെ മേ ബി ഇതിലെന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് ഒരു കൺവിക്ഷൻ കിട്ടിയതൊക്കെ ആ ഒരു മൊമെൻറ്റിൽ. സിനിമ കണ്ടിട്ട് ഏറ്റവും അധികം ആളുകൾ പറഞ്ഞതിൽ ഒരു നല്ല റിവ്യൂ ആയിട്ടും അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസായിട്ടും തോന്നിയത് എന്താ? ഭയങ്കര നാച്ചുറലായിരുന്നു എന്ന് പറഞ്ഞു മോസ്റ്റ്ലി. അതാണ് കൂടുതൽ കേട്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇമോഷണൽ ആർക്ക് നന്നായിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു. ഇത് രണ്ടുമാണ്. പ്രിയാമണിയായിട്ട് കോമ്പിനേഷൻ സീൻസ് കുറവാണ്. അതെ, ആക്ച്വലി ഇനി 2 സീനൊന്നും ഉള്ളൂ. അവരോട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നോ? ജസ്റ്റ് 2 സീനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അവരും ഈ പറയുന്ന പോലെ ഭയങ്കര കംഫർട്ടബിളാണ് വർക്ക് ചെയ്യാൻ. ആ ഒരു വളരെ എന്താ പറയുക, സ്മോൾ ഇൻട്രാക്ഷൻ ആയിരുന്നു, പക്ഷെ നല്ല സ്വീറ്റ് ഇൻട്രാക്ഷനാണ്. ഈ വെബ് സീരീസും ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്യാനിപ്പോൾ നോക്കുന്നുണ്ട്. ഈ സിനിമ ആൻഡ് വെബ് സീരീസിന് കുറച്ചും കൂടി നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ, കുറച്ചുകൂടി ശ്വാസം വിട്ടിട്ട് വർക്ക് ചെയ്യാം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ ചെയ്ത ഒരു സീരീസ് ഭയങ്കര ലിമിറ്റഡ് ടൈം ലൈനിലായിരുന്നു. അവർ 15 ഡേയ്സ്. പോച്ചറോ? അല്ല, പോച്ചറല്ല. പോച്ചറിലും ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തിരുന്നത്. അപ്പം എനിക്ക് 2 ഡേയ്സിൻ്റെ ഒരു ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലങ്ങനെ ഇങ്ങനൊരു ജഡ്ജ്മെൻറ്റ്, കാരണം കുറച്ചുകൂടി ഒരു മുഴുനീള ക്യാരക്ടർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തത് TVF എന്ന് പറഞ്ഞത്, സപ്നി വേഴ്സസ് എവ്രി വൺ എന്ന് പറഞ്ഞ സീരീസാണ്. അവർ ആക്ച്വലി ഭയങ്കര ഫാസ്റ്റായിട്ടാണ്, ഒരു യങ് ക്രൂ ആയിരുന്നു. അപ്പോൾ അവർക്ക് ആക്ച്വലി ബ്രീതിങ് സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ക്യാരക്ടർ ഡ്രിവൺ ആണ് വെബ് സീരീസസ്. പ്ലോട്ടിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സമയം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി റൈറ്റിംഗിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വെബ് സീരീസ് കാണുമ്പോഴും അതാണ് തോന്നിയിട്ടുള്ളത്, കുറച്ചുകൂടി ക്യാരക്ടേഴ്സിനെ ഡ്വെൽ ചെയ്യാനും സമയം കിട്ടുന്നൊരു മീഡിയമാണെന്ന് തോന്നിയിട്ടുണ്ട്. മേനകയിലും വർക്ക് ചെയ്തിരുന്നു. അതെ, മേനകയിലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു 2-3 എപ്പിസോഡിലൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നുള്ളതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വന്നു പോകുന്ന പോലെയായിരുന്നു. അതായിരുന്നു ആക്ച്വലി ആദ്യം ചെയ്ത വെബ് സീരീസ്. കുറേ കൂടി ലൗഡായിട്ടുള്ളൊരു കോമഡി അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്? ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് എനിക്കൊന്ന് കൂടുതലും എൻജോയ് ചെയ്യുന്നത്. ഞാൻ നാടകമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെയൊക്കെ ലൗഡായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. ഇഷ്ടം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരു നേരെ കഴിഞ്ഞ ആളുകൾ ചിന്തിക്കും, അതായത് ഇദ്ദേഹം ഉണ്ടല്ലോ, അപ്പോൾ ഇദ്ദേഹം നമുക്ക് ആസ്ഥാന കമ്മീഷണറാക്കാം എന്നൊക്കെ ചിന്തിക്കും. അവരോടൊക്കെ നോ പറയാൻ പഠിച്ചോ? ഇല്ലല്ല, പഠിച്ചിട്ടില്ല. ആദ്യം ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ പഠിച്ചു പോകാം. ഇപ്പോൾ സിനിമകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കരിയറൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കൂടെ തന്നെ കുറേ ആളുകളുണ്ടാവും ദാറ്റ് അവർക്കൊരു ജോലി തരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അതിൻ്റെ ഒരു സുഖം, അത് കളയാൻ വയ്യ, അത് ഒരു റിസ്ക് എടുക്കാൻ വയ്യ, ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ വയ്യാത്ത ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ. ഐ മീൻ ഇവരുടെ ഉള്ളിൽ ആ ഒരു ഡിസയർ ഉണ്ടെങ്കിൽ പോലും ചുറ്റുള്ള ആളുകൾ എന്ത് പറയും, എന്ത് വിചാരിക്കുന്നു, അവരോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എടുക്കണ്ട. അല്ല, ബേസിക്കലി സിനിമയെന്നല്ല, ഏതൊരു കരിയർ ആണെങ്കിലും ഇപ്പം നമുക്ക് അതാണ് നമ്മുടെ കോളിങ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. എനിക്ക് തോന്നുന്നു അങ്ങനെ കോളിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സ്ട്രോങ് വേർഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ പാഷൻ ഇതാണ്, അതൊക്കെ ഭയങ്കര ഈസിലി മിസ്ലെഡ് ആവാൻ പറ്റുന്ന വേർഡ്സ് ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി നമ്മുടെ പ്രാക്ടിക്കൽ എൻവയൺമെൻറ്റും നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും എല്ലാം മനസ്സിലാക്കി നമുക്കിത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഒരു എന്താ പറയുക, ബ്ലാക്കോ വൈറ്റ് ആയിട്ട് കാണാതെ ഇതിന് കുറച്ചുകൂടി ഗ്രേ ആയിട്ട് കണ്ടു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ ഒരു ഡിസിഷൻ എടുത്ത് ഇനി തിരിച്ചു നോട്ടമില്ല, ഇനി മുന്നോട്ട് തന്നെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എപ്പോഴും ഒരു ഓപ്ഷൻ ബാക്ക്. ഇപ്പോൾ ആദ്യം ക്വിറ്റ് ചെയ്ത ഒരു 1-2 വർഷം ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, എനിക്ക് എൻ്റെ കാലത്ത് തന്നെ നിൽക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് പതുക്കെയാണ്
ഇത് എത്രത്തോളം വയബിൾ ആണ്. അത് ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും അത് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കരിയർ ടേണിംഗ് മൊമെൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ അപ്രോച്ച് അതായിരുന്നു. പക്ഷേ അങ്ങനെ അല്ലാത്ത അപ്രോച്ച് എടുത്ത ആൾക്കാരെ എനിക്കറിയാം. ഇനി ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, ഇനി ഞാൻ ഇത് മാത്രമേ ഉള്ളൂ, ഇന്നു മുതൽ ഇതാണ്, അങ്ങനെയുള്ള ആൾക്കാരെ അറിയാം. അപ്പോൾ മേ ബി സ്വയം മനസ്സിലാക്കിയിട്ട് അവനവന് ഏതാണോ നല്ല അപ്രോച്ച് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പോകുന്നതായിരിക്കും അതിൻ്റെ. ഈ 2024 കണ്ട ഏറ്റവും മികച്ച സിനിമ ഏതാ? 2024 ഭയങ്കര പാടാണ്. ആട്ടം, ഉള്ളൊഴുക്ക്, മഞ്ഞുമേൽ ബോയ്സ്, കുറേ പടങ്ങളുണ്ട്. സൂക്ഷ്മദർശിനി, എനിക്ക് കുറേ അധികം പടങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മേ ബി ഉള്ളൊഴുക്ക്. പെർഫോമർ എന്ന രീതിയിൽ ശരിക്കും വേഴ്സറ്റൈലായിട്ട് തോന്നിയത് ആരെയാ? പെർഫോമർ എന്ന നിലയ്ക്ക് അതും ഭയങ്കര പാടാണ്. ഒരാൾ പറയും 2024 ബേസിൽ 2024-25 ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പൊന്മാനും കൂടിയും കണ്ടു കഴിഞ്ഞപ്പം ഐ തിങ്ക് വേറെ ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടർ. പിന്നെ സെറിൻ ഞാനിപ്പം രേഖ ചിത്രം ഇപ്പോൾ ഈ അടുത്ത കണ്ടത്. അമേസിങ് ആക്ടർ. പിന്നെ ദർശനയും റോഷനെയൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവരെയൊക്കെ കുറേ കാലമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാടകം ചെയ്യുമ്പോഴും അവരെ കാണാം. പിന്നെ ഈ പറയുന്ന നാടകത്തിലുള്ള എല്ലാ ആക്ടേഴ്സിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പേഴ്സണൽ ഫേവറേറ്റ്സ് അവരൊക്കെ തന്നെയാണ്. ഈ പാലക്കാടാണല്ലോ സ്ഥലം. ഈ പാലക്കാട് സ്ലാങ് എന്ന് പറയുന്നൊരു എന്താണ് വേണ്ടട്ടോ നീ എന്ന് പറഞ്ഞിട്ട് ആ സ്ലാങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെയ്ത നാടകത്തിൽ കുറേ പാലക്കാട് ഭാഷ പറയുന്നുണ്ട്. പക്ഷേ കണ്ട ആരും വിശ്വസിക്കില്ല എന്ന്. എവിടെയെങ്കിലുമൊക്കെ പറയാൻ പറ്റിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കോർപ്പറേറ്റ് ലുക്ക് അല്ലാണ്ട് അതും പിടിക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ മുണ്ട് ഷർട്ടൊക്കെ എടുത്തിട്ടുള്ള വൈശാഖിന് കാണാൻ പറ്റും പാലക്കാട് ആൽത്തറയിലിരുന്ന് ആളുകളോട് സംസാരിക്കും. പിന്നെ ആൽത്തറ ഇല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനത്തെ വേഷങ്ങളിലും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു, ഐ റിയലി എൻജോയ് ദിസ്. അങ്ങനെ ഒരു ഫ്രണ്ട്, ഷാഹുലിനെ പോലെ ഫ്രണ്ടിനെ കിട്ടിയത് നമ്മളും തോന്നിയിരുന്നു. പിന്നെ അത്രയും മെച്ചുവേർഡായിട്ട് ഫ്രണ്ട്ഷിപ്പിനെ ഡീൽ ചെയ്യുന്നൊരു നല്ല മനുഷ്യൻ. താങ്ക് യു ഫോർ ഷാഹുൽ, താങ്ക് യു ഫോർ ദ ടൈം. ഇനി ഒരുപാട് ഫോർ ചെയ്യാൻ പറ്റട്ടെ. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.